ഹലോ മക്കളെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മുടെ SSLC റിസൾട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും റിസൾട്ടൊക്കെ ചെക്ക് ചെയ്തില്ലേ? അടിപൊളി റിസൾട്ട് അല്ലേ വന്നിട്ടുള്ളത്? ഓക്കെ, ഇനി റിസൾട്ട് മോശമായിട്ടുണ്ടെങ്കിലും ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. SSLC റിസൾട്ട് അല്ല നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഏതായാലും നമ്മൾ പരീക്ഷ എഴുതി റിസൾട്ട് വന്നു. ചില ആളുകൾക്കൊക്കെ എക്സ്പെക്ട് ചെയ്ത പോലെ ഫുൾ A+ 9A+ ഒക്കെ കിട്ടിയിട്ടുണ്ടാവാം. ചില ആളുകൾക്ക് എന്താ പറയുക, എക്സ്പെക്ട് ചെയ്ത പോലെ മാർക്കൊന്നും വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട. ഓക്കെ, നമുക്ക് ഇനി അങ്ങോട്ട് നമ്മൾ SSLCയിൽ ചെയ്ത ആ ഒരു മിസ്റ്റേക്ക് ഇനി ആവർത്തിക്കാതിരിക്കുക, അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ അല്ലേ? ഇനി നമ്മൾ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് SSLCക്ക് എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തോ അതിൻ്റെ ഒരു ഇരട്ടി എഫേർട്ട് നമ്മൾ എന്ത് ചെയ്യണം? +1 +2 സമയത്ത് നമ്മൾ പഠിക്കണം. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ SSLC റിസൾട്ട് അങ്ങ് മാറ്റി വെക്കുക. ഏതായാലും റിസൾട്ട് വന്നു, ഇനി നമുക്ക് +1 അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് കടക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യം. അത് പറയാൻ വേണ്ടിയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ ഒരു കാരണവശാലും മാർക്ക് ഉണ്ടാവില്ല അല്ലേ? നമുക്ക് ഗ്രേഡുകളായിരിക്കും ഉണ്ടാവുക. A+, A, B+, ആ രീതിയിലുള്ള ഗ്രേഡുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 80 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയും 72 മാർക്ക് കിട്ടിയ കുട്ടിയും എല്ലാവരും ഈക്വലാണ് അല്ലേ? എല്ലാവർക്കും ഒരൊറ്റ ഗ്രേഡ് A+ അല്ലേ? അതുകൊണ്ട് മാർക്കിന് അവിടെ പ്രസക്തിയില്ല. പക്ഷേ ഇനി +2 എത്തുന്ന സമയത്ത് നമുക്ക് മാർക്കിന് നല്ല വാല്യൂ ഉണ്ട്. 1200-ൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ് നമുക്ക് +1 +2 നമുക്ക് റിസൾട്ട് വരുമ്പോൾ നോക്കാണ്ടാവുക അല്ലേ? അപ്പോൾ നമുക്കിവിടെ SSLCക്ക് ഗ്രേഡ് ആണുള്ളത്. ആ ഗ്രേഡിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകും. നമുക്ക് +1 അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അല്ലേ, ഏകജാല സിംഗിൾ വിൻഡോ ആ രീതിയിൽ നമുക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അക്ഷയ സെൻറ്ററിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ പെർസെൻറ്റേജിൻ്റെ ആവശ്യം ഉണ്ടാവും. ഫോം ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. നമുക്ക് ഗ്രേഡുകൾ നമുക്ക് വരുന്നത് ഇതുപോലെയാണ്. ഓക്കെ, നമുക്ക് A+ ആണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ, ഒരു സബ്ജക്റ്റിൽ നമുക്ക് A+ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, A+ന് ഇവിടെ 9 പോയിന്റ് ആണ്. അതുപോലെ Aക്ക് 8, B+ന് 7, Bക്ക് 6, C+5, Cക്ക് 4, അതുപോലെ D+3 ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് ഗ്രേഡ് പോയിന്റ് വരുന്നത്. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര A+ കിട്ടി, എത്ര B+ കിട്ടി, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഗ്രേഡ് പോയിന്റുകളെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഓക്കെ, ഇവിടെ 6 A+, 2 Aയും 1 B+, 1 Bയും കിട്ടിയ ഒരു കുട്ടിയുടെ റിസൾട്ടാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പെർസെൻറ്റേജ് കാണാം എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ 6 A+ ഉണ്ട് അല്ലേ? 6 A+ കിട്ടിയ കുട്ടിക്ക് A+ൻ്റെ ഗ്രേഡ് പോയിന്റ് എത്ര വരും? 6 × 9 54 എന്ന് വരും. ഓക്കെ, 54 പോയിന്റ് ആണ് A+ നിന്ന് ലഭിച്ചത്. അതുപോലെ 2A ഉണ്ട്. 2A കിട്ടിയ കുട്ടിയാണെങ്കിലോ 2 × 8 16 അതുപോലെ ഒരു B+, 1 A അല്ലേ? അപ്പോൾ 7ഉം 6ഉം അല്ലേ? ഒരു B+, അതുപോലെ ഒരു Bയും കിട്ടിയ കുട്ടിക്ക് ഈ ഒരു പോയിന്റും കൂടി കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പോയിന്റുകളെല്ലാം 54ഉം 16ഉം 7ഉം 6ഉം എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു അങ്ങ് കൂട്ടുന്നു അല്ലേ? അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 83 എന്ന് കിട്ടും. ഓക്കെ, 83 ആണ് ഗ്രേഡ് പോയിന്റ്. അപ്പോൾ 83% നമ്മുടെ കുട്ടി കിട്ടിയിട്ടുള്ള ഈ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരാൾക്ക് കിട്ടിയിട്ടുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത്? അല്ല, 83 അല്ല, ഒരു ചെറിയ സ്റ്റെപ്പ് കൂടി ബാക്കിയുണ്ട്. അതെന്താണ്? നമ്മൾ ഈ 83നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിനെ 90 കൊണ്ട് ഹരിക്കണം. ഓക്കെ, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 90 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 92.22 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് പെർസെൻറ്റേജ്. അപ്പോൾ ഫുൾ A+ കിട്ടിയ ഒരു കുട്ടിക്ക് അല്ലേ 100% ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. യെസ്, അപ്പോൾ 10 A+, ഫുൾ A+ കിട്ടിയ ഒരു കുട്ടിക്ക് 10 A+ ഉണ്ടാവും. A+ പോയിന്റ് എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 10 × 9 അല്ലേ 90. ഇനി നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? 90 × 100 / 90. അപ്പോൾ ഈ 2 90 ക്യാൻസൽ ആവും. ബാക്കി എത്രയാണ്? 100 അല്ലേ? 100% ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക, എത്ര ശതമാനം ഉണ്ട് നോക്കാം. എന്നിട്ട് പെർസെൻറ്റേജ് അടക്കം നിങ്ങളുടെ റിസൾട്ട്, നിങ്ങളുടെ പെർസെൻറ്റേജ് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളോടൊപ്പം ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പഠിക്കുവാനുള്ള അവസരം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.